കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയായിട്ടുള്ള അഞ്ചൽ ചന്തമുക്കിലാണ് രാവിലെ തീപിടുത്തമുണ്ടായത്. പഴയ പോലീസ് സ്റ്റേഷൻ പ്രവർത്തിച്ചിരുന്ന സ്ഥലത്ത് സൂക്ഷിച്ചിരുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾക്കാണ് തീപിടിച്ചത്. വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ പഞ്ചായത്തിലെ താൽക്കാലിക ജീവനക്കാരായിട്ടുള്ള സ്ത്രീകളടങ്ങുന്ന സംഘം ഈ സ്ഥലത്ത് കൊണ്ട് നിക്ഷേപിക്കുകയാണ് പതിവ്. ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്കാണ് ഇന്ന് രാവിലെയോടുകൂടി തീപിടുത്തമുണ്ടായത്. തീപിടുത്തമുണ്ടായതിനെ തുടർന്ന് സമീപപ്രദേശത്ത് വ്യാപാരം നടത്തുന്ന ആൾക്കാർക്കും പ്രദേശത്തെ വീടുകളിൽ താമസിക്കുന്ന കൊച്ചുകുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്കും ഏറെ ബുദ്ധിമുട്ടുകളുണ്ടായി. അഞ്ചലിലെ നഗരമധ്യത്തിലാണ് ഇത്തരത്തിലൊരു തീപിടുത്തമുണ്ടായത്. അഞ്ചൽ ഗ്രാമപഞ്ചായത്തിൽ അഞ്ചൽ മാർക്കറ്റ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ മാലിന്യങ്ങൾക്ക് തീപിടിക്കുന്നത് നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. ഓണക്കാലമായിട്ട് പോലും ഈ മാലിന്യം നീക്കം ചെയ്യാൻ പഞ്ചായത്ത് ഭരണസമിതി യാതൊരു നടപടിയും കൈക്കൊണ്ടിട്ടില്ല. ഈ പ്രദേശം സാമൂഹ്യ വിരുദ്ധന്മാരുടെ കേന്ദ്രമായി മാറിയ നിലയിലാണ്. തീ പടർന്ന് തൊട്ടടുത്ത് വ്യാപാരം നടത്തുന്ന ആൾക്കാർക്ക് ആശങ്കയുണ്ടാകുന്ന സാഹചര്യമായതിനെ തുടർന്ന് പഞ്ചായത്ത് മെമ്പറും നിലവിൽ പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ടുള്ള നൌഷാദ് അഞ്ചൽ പോലീസ് സ്റ്റേഷനിലും ഫയർഫോഴ്സിലും ബന്ധപ്പെടുകയായിരുന്നു. തുടർന്ന് അഞ്ചൽ പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തുകയും ഫയർഫോഴ്സ് തീ അണയ്ക്കുകയും ചെയ്തു. വരും ദിവസങ്ങളിൽ മാലിന്യം നീക്കം ചെയ്യാനുള്ള നടപടി ഉടൻ അടിയന്തരമായിട്ട് സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് പറഞ്ഞു. മറ്റേ ദിവസം മതിയല്ലേ? അടിക്കുന്നേ എങ്ങനെ? കേരളത്തിന് ന്യൂസ് അഞ്ചൽ.